ജീവിതത്തിന്റെ നല്ലൊരു സമയവും കുടുംബം പോറ്റുന്നതിനായി വിദേശത്തെ പ്രവാസ ജീവിതം നയിച്ചൊരു മനുഷ്യൻ. കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായ ഒരേയൊരു മകനെ അവൻ ഇഷ്ടപ്പെട്ട നഴ്സിംഗ് ബിരുദം പഠിപ്പിച്ച് ജോലിയും വാങ്ങിക്കൊടുത്തു. അച്ഛനും അമ്മയും മകനും അടങ്ങുന്ന സന്തുഷ്ട കുടുംബത്തിലേക്കാണ് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെപ്പോലെ അപ്രതീക്ഷിതമായി അവൻ കടന്നു വന്നത്. മാരകമായ ലഹരിയുടെ രൂപത്തിലായിരുന്നു ഒരു കുടുംബം തകർത്ത വില്ലന്റെ വരവ്. മകൻ ജോർജി പഠന കാലയളവിൽ എപ്പോഴോ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തമാശയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു തുടങ്ങിയ ലഹരി പിന്നീട് അവനെ മത്ത് പിടിപ്പിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും നൽകുന്ന പണം തികയാതെ വന്നപ്പോൾ സ്വന്തമായി ജോലി ചെയ്ത് കിട്ടുന്ന പണവും ലഹരി വാങ്ങുന്നതിനായി ജോർജി ഉപയോഗിച്ചു തുടങ്ങി. മകന്റെ പോക്ക് അത്ര നല്ല രീതിയിലല്ലെന്ന് മനസ്സിലാക്കിയ പിതാവ് ഏക വരുമാന മാർഗമായ വിദേശത്തെ ജോലി പോലും ഉപേക്ഷിച്ച് നാട്ടിലെത്തി മകനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. ലഹരിയിൽ നിന്ന് മുക്തനായ മകനെ വിവാഹവും കഴിപ്പിച്ച് സുരക്ഷിതനാക്കാൻ ശ്രമിച്ചെങ്കിലും ആ കുടുംബത്തിന്റെ ദുരന്ത പര്യവസാനമാർന്ന ക്ലൈമാക്സ് കഴിഞ്ഞ ദിവസം നമ്മളെ ചിന്തിപ്പിക്കുന്ന നോവുന്ന ഒരു ഓർമ്മയായി മാറി. സംഭവത്തെക്കുറിച്ച് വാർഡ് കൗൺസിലർ: നേരത്തെ മുതലേ ലഹരി അല്ലാതെ ഈ പയ്യൻ അല്ലാതെ ഒരു ദുശീലവും ഇതില്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു. നല്ല പയ്യനായിരുന്നു. BSc നഴ്സിംഗ് വരെ പഠിച്ചു. അത് ഹോസ്പിറ്റലിലെല്ലാം ജോലിയും എടുക്കുന്നുണ്ട്, ജോലിയും ചെയ്യുന്നുണ്ട്. അതിന്റെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുമുണ്ട്. ഡൈവോഴ്സിന്റെ വക്കോളം എത്തി. അപ്പോഴും ഇവരെ ഓർത്താണ് അവര് ഡൈവോഴ്സ് ആയി പോവാഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം എന്താണ് ഇനിയത്തെ അവസ്ഥ എന്താകുമെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അങ്ങനെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും വിളിച്ചിട്ട് തന്നെ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇനി അവരുടെ സങ്കടം മൊത്തം ഇനിയും ഞങ്ങളെ തല്ലുന്ന ഒരു അവസ്ഥ അത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലേക്ക് ലഹരി കീഴ്പ്പെടുത്തി. അതുപോലൊരു അവസ്ഥ നല്ലൊരു ഫാമിലിയാ ഇവര്. അപ്പൊ അവർക്ക് സഹിക്കാൻ പറ്റി കാണത്തില്ല. എന്ന് വെച്ചാൽ ഡി അഡിക്ഷൻ സെന്ററിൽ നമ്മുടെ കൂടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വന്ന പയ്യനാ. എന്ന് വെച്ചാൽ ഇവന് ഇതിൽ നിന്ന് മാറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടും വീണ്ടും ഇതിനുള്ള ടെൻഡൻസി ഉണ്ടായിട്ട് അങ്ങനെ പോയത്. ആർക്കും ഒരു ശല്യം ഉണ്ടാവാതെ അവർ പോകാന്ന്. പ്രത്യേകിച്ചും മകന് വേറെ ഇനി ഒന്നും മകനെ നോക്കി നിന്നിട്ട് ഇവർക്ക് കാര്യമില്ലെന്ന് തോന്നി കാണും. തിരുവല്ല സ്വദേശിയായ 69 വയസ്സുള്ള പ്രവാസി കൂടിയായ രാജു തോമസ് ജോർജും ഭാര്യ 63 വയസ്സുള്ള ലൈജിയുമാണ് ആർക്കും ശല്യമാകാതെ സ്വന്തം വീട്ടിൽ നിന്നും 7 കിലോമീറ്ററോളം ദൂരെയുള്ള വിജനമായ പാടത്തിന് സമീപം കാറിനുള്ളിൽ തീ കൊളുത്തി മരിച്ചത്. ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തി വലുതാക്കിയ ഏക മകൻ ലഹരിക്കടിമയായി സ്വന്തം മാതാപിതാക്കളായ തങ്ങളെ കൂടി മർദ്ദിക്കുന്നതും ശാരീരികവും മാനസികവുമായ പീഡനമേൽപ്പിക്കുന്നതും താങ്ങാനാവാതെയാണ് ഇരുവരും ജീവനൊടുക്കിയത്. മകന്റെ ചികിത്സയ്ക്കായി മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ചെങ്കിലും ഫലം കാണാനായില്ലെന്നും തങ്ങളുടെ മരണശേഷം സർക്കാർ ചെലവിലാണെങ്കിൽ പോലും മകനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തണമെന്നും കത്തെഴുതി വച്ചിട്ടാണ് പാവം 2 രക്ഷിതാക്കളും ജീവനൊടുക്കിയത്. ഈ സംഭവം തിരുവല്ലയിലെ ഏതോ ഒരു കുടുംബത്തിലേതാണെന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കി മുന്നോട്ട് പോകാം. എന്നാൽ ഏതൊരു ശരാശരി മലയാളിയുടെയും സന്തോഷം നിറഞ്ഞ കുടുംബവും തിരുവല്ലയിലെ സംഭവവും തമ്മിൽ അധിക ദൂരമില്ലെന്നോർക്കുക. ഈ സംഭവം നമ്മുടെ വീടുകൾക്കുള്ളിലും നമ്മുടെ മക്കളിലും എത്താൻ അധിക ദൂരവും സമയവും വേണ്ടെന്നോർക്കുക. ക്ഷണിക്കപ്പെടാത്തൊരതിഥിയായി ലഹരി നമ്മുടെ പ്രിയപ്പെട്ടവരിലും കുടുംബങ്ങൾക്കുള്ളിലും ഒരിക്കലും എത്താതിരിക്കാനുള്ള ജാഗ്രതയാവട്ടെ നമുക്ക് മുന്നിലെത്തുന്ന ഓരോ അനുഭവ പാഠങ്ങളും.